സൂറത്ത് പാരായണം ചെയ്യൽ നിർബന്ധമായ കാര്യമല്ല. അത് പാരായണം ചെയ്തില്ലെങ്കിലും നമസ്കാരം ശരിയാകും. എന്നാൽ അത് ഏറ്റവും പ്രാധാന്യപൂർവം ചെയ്യേണ്ടുന്ന ഒരു സുന്നത്താണ് താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യകൾ എന്തായിരുന്നു എന്ന് അല്പം വിശദമായി തന്നെ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. عن عبد الله بن أبي قتادة عن أبيه قال كان النبي صلى الله عليه وسلم يقرأ في الركعتين الأوليين من صلاة الظهر بفاتحة الكتاب وسورتين يطول في الأولى ويقصر في الثانية ويسمع الآية أحيانا وكان يقرأ في العصر بفاتحة الكتاب وسورتين وكان يطول في الركعة الأولى من صلاة الصبح ويقصر في الثانية رواه البخاري. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫി റകഅതൈനിൽ ഊലയൈനി മിൻ സ്വലാത്തുൽ ളുഹ്രി. ളുഹ്ർ നമസ്കാരത്തിന്റെ ആദ്യത്തെ 2 റകഅത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയും അതോടനുബന്ധമായി സൂറത്തുകളും ഓതാറുണ്ടായിരുന്നു. യുതവ്വിലു ഫിൽ ഊല, ഒന്നാമത്തെ റകഅത്തിൽ നബി ദീർഘിപ്പിക്കും. വയുഖസ്സിറു ഫി സാനിയ, രണ്ടാമത്തെ റകഅത്തിൽ ചുരുക്കുകയും ചെയ്യും. വയുസ്മിഉൽ ആയത അഹ്യാനൻ, ചില സമയങ്ങളിൽ ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് ഇടയ്ക്ക്. വകാന യഖറഉ ഫിൽ അസ്രി, അസറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പാരായണം ചെയ്യും. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഒന്നാമത്തെ റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിക്കും, രണ്ടാമത്തത് അതിനേക്കാൾ ചുരുക്കും. ഇങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ഈ ഹദീസിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ എപ്പോഴും നമസ്കരിക്കുമ്പോൾ, ഇപ്പൊ 4 റകഅത്തുള്ള നമസ്കാരമായാലും 3 ഉള്ളതായാലും 2 ഉള്ളതായാലും ഒക്കെ, ഓരോ റകഅത്തുകളും ആദ്യത്തെ റകഅത്തിന്റെ ദൈർഘ്യത്തിന്റെ കുറച്ചും കൂടെ കുറവായിരിക്കും രണ്ടാമത്തെ റകഅത്ത്, അതിന്റെ ദൈർഘ്യത്തിന്റെ കുറച്ചുകൂടെ കുറവായിരിക്കും മൂന്നാമത്തെ റകഅത്ത്, അതിൽ നിന്നും അല്പം കൂടെ കുറവായിരിക്കും 4ാമത്തെ റകഅത്ത്. ഇങ്ങനെ ആദ്യം വരുന്ന റകഅത്തുകൾക്ക് ദൈർഘ്യങ്ങൾ നൽകി പിന്നീട് വരുന്നത് ചുരുക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്താറുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. തന്നെയുമല്ല, ഈ ആദ്യത്തെ റകഅത്തിന് നബി പലപ്പോഴും എല്ലാ നമസ്കാരങ്ങളിലും ആദ്യ റകഅത്ത് നബി കുറച്ച് കൂടുതൽ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ദീർഘിപ്പിക്കുന്നത് തുടരാൻ വരുന്ന മഅ്മൂമീങ്ങൾക്ക് ആദ്യത്തെ റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ കിട്ടാൻ വേണ്ടിയായിരുന്നു നബി ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത്. എല്ലാ വഖത്തുകളുടെയും ആദ്യത്തെ റകഅത്ത് ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത് വരുന്ന എല്ലാ മഅ്മൂമീങ്ങൾക്കും പ്രവാചകനോടൊപ്പം തന്നെ ഒന്നാമത്തെ റകഅത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് സ്വഹാബാക്കളിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ മറവിൽ ചില സ്ഥലങ്ങളിൽ ഇമാമ് ആദ്യത്തെ റകഅത്തിന്റെ റുകൂയിൽ ഇങ്ങനെ വൈകി വരുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സുദീർഘമായ റുകൂയിൽ കിടക്കുകയും മറ്റവർക്ക് വരുന്നവർക്ക് റുകൂയിൽ കിട്ടിയ റകഅത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ദൈർഘ്യമേറിയ റുകൂയിൽ കിടക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ തെളിവുകൾ വന്നിട്ടില്ല എന്ന് പ്രത്യേകം ഇമാം ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. വഖദ് ദക്കറ അൽ-ബുഖാരി ഫീ ജുസ്ഇ അൽ-ഖിറാഅ കലാമൻ മഅനാഹു അന്നഹു ലം യരിദ് അൻ അഹദിൻ മിന അസ്-സലഫ് ഫി ഇൻതിദാരി ദാഖിലി ഫി റുകൂഇ ഷൈഉൻ വല്ലാഹു അലം. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതിന്റെ 2ാം വാള്യം 194-ാം പേജിൽ ഇമാം ബുഖാരി പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിൽ ആരും തന്നെ വൈകി വരുന്ന ആളുകൾക്ക് റകഅത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റുകൂയിൽ ഇമാം ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ വരുന്നവരെ കാത്തു കിടക്കുന്ന സമ്പ്രദായം മുൻഗാമികളിൽ നിന്ന് ആരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഉദ്ദേശത്തിൽ ചെയ്തിരുന്നത് സ്വഹാബത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് റുകൂയിലല്ല, റകഅത്ത് തന്നെ നബി ദീർഘിപ്പിക്കും. ഒന്നാമത്തെ റകഅത്ത് ദീർഘിപ്പിക്കലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് മനസ്സിലാകും. ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ചില സമയത്ത് നബി ചില ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് എന്ന്. അതായത് ഉറക്ക ഓതുന്ന നമസ്കാരം അല്ലാത്ത നമസ്കാരങ്ങളിലും ഇനി സംഗതി വശാൽ ഇമാമ് ചില ആയത്തുകൾ ഉറക്ക ഓതിപ്പോയെങ്കിലോ അല്ലെങ്കിൽ മഅ്മൂമീങ്ങൾ കേട്ടെങ്കിലോ അതുകൊണ്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പിശകായിട്ട് കണക്കാക്കുകയോ ചെയ്യേണ്ടതില്ല.
ഉറക്ക ഓതുന്ന റക്അത്തുകളിൽ ഉറക്കയും പതുക്കെ ഓതുന്ന റക്അത്തുകളിൽ പതുക്കെയുമാണ് നിർവഹിക്കേണ്ടത് എന്നതിൽ സംശയമില്ല. എന്നാൽ ഏതെങ്കിലും ആയത്തുകൾ ഇമാം ഉറക്കയാക്കുകയോ മഅ്മൂമീങ്ങൾ അത് കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഇതെന്താ ളുഹറിന്റെ നേരത്തെ ഒരു ആയത്ത് ഞങ്ങൾ ഉറക്ക കേട്ടല്ലോ എന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതും അനുവദനീയമാണ്. പ്രവാചകൻ ഇടയ്ക്ക് ചിലപ്പോൾ ളുഹറിലും അസറിലൊക്കെ ചില ആയത്തുകൾ ഉറക്കെയാണ് പറയും ഞങ്ങൾ അത് കേൾക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഫത്ഹുൽ ബാരിയിൽ 2-ാം വാള്യം 194-ാം പേജിൽ ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും വസ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്. ചില ഇമാമികൾ ചിലപ്പോൾ മറന്നിട്ട് ചിലപ്പോൾ ളുഹറിനോ അസറിനൊക്കെ ഉറക്കേണ്ട ഓതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വസ്വാസായി ഉറക്കം ഓതിയാലോ എന്നിട്ട് സഹവിന്റെ സുജൂദൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ അതൊരു പ്രശ്നമായോ എന്ന് തോന്നേണ്ടതില്ല. വസ്തദല്ല ബിഹി അലാ ജവാസിൽ ജഹരി ഫി സിർരിയ, പതുക്കെ ഓതേണ്ടുന്ന റക്അത്തുകളിൽ ഒരാൾ ഉറക്കയാക്കിയെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഹനഫികളിൽ ചിലർ അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തെളിവില്ലാത്തതാകുന്നു എന്ന് ഇദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല നബി ചില ആൾക്കാർ പതുക്കെ ഓതുന്ന നമസ്കാരം റക്അത്തുകൾ ഇപ്പോൾ ദുഹർ അസർ പോലെയുള്ള നിസ്കാരമൊക്കെ സഹീഹാകണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഷർത്താണ് പതുക്കെ ഓതിക്കൊണ്ടേയിരിക്കണം, ഉറക്കം ഓതിയ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് തീവ്രമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുമുണ്ട്. അവർക്കും ഈ ഹദീസ് മറുപടിയാകുന്നു, ആ വാദവും ബാലിശമാകുന്നു എന്ന് ഇദ്ദേഹം വിശദമായി തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാന മധ്യേ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.